സവാള നമ്മുടെ യുവ വിപ്ലവ നേതാവ് കുമാരി ചിന്ത ജെറോം ഇങ്ങോട്ട് ഇരുന്നാട്ടെ. പൊതിച്ചോറ് രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ പ്രബന്ധങ്ങൾ നേരത്തെ തന്നെ അവതരിപ്പിച്ച് സഹൃദയന്മാരുടെ വലിയ പരിലാളനം ലഭിച്ചിട്ടുള്ള ആളാണ്. ഭംഗിവാക്ക് പറയാനെന്ന് വിചാരിക്കരുത്. ഇത്ര സൽസ്വഭാവിയും കുലീനവതിയുമായ ഒരു പെണ്ണില്ല. അങ്ങനെ പഴുത്തതും പഴുക്കാത്തതുമായ ഒരുപാട് പഴങ്ങൾ ചേർന്ന അതിമനോഹരമായ ഒരു വാഴക്കൊലയാണ് സത്യം പറഞ്ഞ SFI. ചിന്ത ജെറോം അതിലെ മുന്തിയ ഒരു പ്രതിഭയാണ്. അത് കണ്ടപ്പോഴേ തോന്നി. കേരളത്തിലെയും അതുപോലെ തന്നെ കൊല്ലം കോർപ്പറേഷനിലെ ഓരോ മനുഷ്യരെയും തൊട്ടനുഭവിക്കാൻ കഴിയുന്ന വികസനമാണ് LDF കഴിഞ്ഞ 25 വർഷക്കാലത്തിനിടയിൽ കൊല്ലം കോർപ്പറേഷനിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. കൊല്ലത്തെ LDFന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷനിലെ ഭരണസമിതി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ വളരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം തന്നെ LDF തുടരും, നാട് വളരും എന്നുള്ളതാണ്. കഴിഞ്ഞ 30 വർഷത്തെ LDFന്റെ ഭരണം ഇവിടുത്തെ രാഷ്ട്രീയം ബാധിക്കാത്ത ഇവിടെ കൂടിയിരിക്കുന്ന കൊല്ലം കോർപ്പറേഷനിൽ താമസിക്കുന്ന ഈ സദസ്സ് വിലയിരുത്തിയിട്ട് 10ൽ 3 മാർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറാകുമോ എന്ന് ശ്രീമതി ചിന്ത ജെറോം പരിശോധിക്കാൻ തയ്യാറാകും. കാരണം ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഏറ്റവും കൂടുതൽ സ്വജനപക്ഷപാതം നടന്ന കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഏറ്റവും കൂടുതൽ മാലിന്യ പ്രശ്നമുള്ള കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഇവിടെ ചിന്ത പറഞ്ഞതുപോലെ പദ്ധതികൾ ധാരാളം പ്രഖ്യാപിക്കും. ഇപ്പൊ ചിന്ത തന്നെ പറഞ്ഞ ജീവനാണ് അഷ്ടമുടി, ജീവിതമാണ് അഷ്ടമുടി. പക്ഷേ അഷ്ടമുടി ജീവനുമല്ല, ജീവിതമല്ല, മലിനമാണ് അഷ്ടമുടി, മാലിന്യമാണ് അഷ്ടമുടി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. പുള്ളിക്കടയിലെ പുനരധിവാസം നടപ്പിലാക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹവുമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുമുള്ള തെറ്റായ ഇടപെടൽ, അതിന് യാതൊരു സമ്മർദ്ദവും നടത്താൻ കൊല്ലത്തിന്റെ MP തയ്യാറാകുന്നില്ല. അപ്പൊ UDF BJP ബാന്ധവമാണ്. മതി നോണ പറഞ്ഞ് കഷ്ടപ്പെടണ്ട. ഇവിടെ ചിന്ത സൂചിപ്പിച്ചു പുള്ളിക്കട കോളനിയെ സംബന്ധിച്ച്. നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ എന്തിനാണ് ജനങ്ങളെ പറ്റിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജനങ്ങൾക്ക് വ്യാജ വാഗ്ദാനം കൊടുക്കുന്നത്? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. പിന്നെ MP-യുടെ കഥയൊന്നും നമ്മൾ പറയരുത്. MP-യുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയോ നിതിൻ ഗഡ്കരിയോ കൊല്ലം എന്ന് പറയുന്ന എന്തെങ്കിലും പോസ്റ്റ് ഇട്ടോ നോക്കിയിരിക്കുക. കാരണം അവരെവിടെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടാൽ അന്നേരം പുള്ളി ഫ്ലെക്സ് വെക്കും. ഇങ്ങനെ ഫ്ലെക്സ് വെക്കാനായിട്ടുള്ള ഒരു ഫ്ലെക്സിലുമാണ് കൊല്ലത്തിന്റെ MP. അല്ലാതെ അദ്ദേഹത്തെ കൊണ്ടൊരു പണി നടക്കത്തില്ല. നാടിനുള്ള നായ് ശല്യം എവിടെ ചെന്നാലും ഏത് ഭാഗത്ത് പോയാലും കടി പേടിക്കാതെ പോകാൻ കഴിയാത്ത സാഹചര്യം. പട്ടി മാത്രമല്ല, പട്ടിശല്യം മാത്രമല്ല, കുറുക്കന്റെ ശല്യം ഉണ്ടെന്ന് അപ്പൊ തോന്നുന്നത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ, നമ്മൾ ഉത്സവത്തിലെ കാര്യം നടക്കും. ആശ്രമ മൈതാനത്തെ നായകളുടെ ശല്യത്തെ പറ്റി പറഞ്ഞു. ആശ്രമ മൈതാനത്തിനടുത്തുള്ള ഒരു നിവാസിയാണ് ഞാൻ. അവിടാണ് ഞാൻ ജീവിക്കുന്നത്. നിലവിൽ അങ്ങനെ നായശല്യമൊന്നും ആശ്രമ മൈതാനത്തുള്ളതായിട്ട് എനിക്കറിയാം. ചിന്തയുടെ കൂടെ കാറിലായിരിക്കും മാഡം വന്നത്. അതുകൊണ്ടാണ് മാഡത്തിന് പട്ടിയെ കാണാഞ്ഞത്. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. മനസ്സിലായില്ലേ? അതുകൊണ്ടായിരിക്കും മാഡത്തിന് പട്ടിയെ കാണാഞ്ഞത്. പിന്നീട് ഒരു കാര്യം, ഒരു കാര്യം കൂടെ ചോദിക്കാണ്ട് ചോദിക്കാൻ എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. പുള്ളിക്കട നിവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, കോളനി എന്ന് പറയുന്ന പദം മാറ്റി. അപ്പൊ ഇവിടെ നിങ്ങൾ നിരന്തരം കോളനി കോളനി എന്ന് വീണ്ടും അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതിരി ദണ്ണുണ്ട്. നിങ്ങളുടെ മാഡത്തിന്റെ പാർട്ടിയുടെ വിയറ്റ്നാം കോളനിയാ പുള്ളിക്കട കോളനി. മാഡത്തിന്റെ പാർട്ടിയുടെ വിയറ്റ്നാം കോളനിയാ പുള്ളിക്കട കോളനി. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. മോദിയുടെ കാലത്ത് മതില് കെട്ടി പാവങ്ങളെ മറയ്ക്കുന്നു എങ്കിൽ കേരളത്തിൽ പിണറായി വിജയൻ അതിദരിദ്രരായ മനുഷ്യരെ കണ്ടുപിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. 2 ഗവൺമെന്റുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇത്. കൊടും മാറണം തന്നെ. BJPയും LDFും തമ്മിലുള്ള വ്യത്യാസമാണ്. മോദിയും പിണറായിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതിദാരിദ്ര്യം ഞങ്ങൾ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് വീണ്ടും ഒരു ഉളുപ്പുമില്ലാതെ ചിന്ത ചേച്ചി കൊല്ലത്ത് ചെന്ന് നിന്നൊന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് വന്ന ഒരു മറുചോദ്യമാണ്, 1.5 കിലോമീറ്റർ അപ്പുറത്ത് പുള്ളിക്കട കോളനി പറഞ്ഞൊരു കോളനി ഉണ്ട്. 20 പേർക്കാണ് ഒരു കക്കൂസ്. 1200 കുടുംബം ദുരിതക്കയത്തിലാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഉള്ള പകർച്ചവ്യാധികൾ മൊത്തം പിടിവിട്ടുകയാണ്. ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. നിന്നെ അങ്ങോട്ട് കെട്ടിയെടുത്ത് തൊട്ട് എനിക്ക് പ്രശ്നങ്ങളാണ്. പിണറായി വിജയൻ അതിദരിദ്രരെ തുടച്ചു നീക്കി എന്ന് പറയുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ മനുഷ്യരെല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. മണ്ണ് വാരി തിന്നാത്ത ആളുകളെയാണോ
നിങ്ങൾ ഈ അതിദരിദ്രർ എന്ന് ഉദ്ദേശിക്കുന്നത്? അത് മനസ്സിലായില്ല. എത്രമാത്രം ഈ നാടിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ആ അടിച്ചമർത്തലുകൾ ഇപ്പൊ നമുക്കറിയാം, കേന്ദ്രം ഉൾപ്പെടെ നമുക്ക് ഫണ്ട് തരാതെ കേരളത്തെ ഞെക്കിപ്പിഴിയാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു ജാള്യത എന്ന് പറഞ്ഞാൽ അതില്ല. ഒരു പ്രത്യേക ജീവിതമല്ലേ ചിന്ത. എന്റെ ചോദ്യം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഏത് പദ്ധതിയുടെ പദ്ധതി വിഹിതമാണ് കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു വച്ചിരിക്കുന്നത്? ഒരു സോളിഡ് പ്രൂഫ് ചിന്തയ്ക്ക് തുറന്നു കാണിക്കാൻ സാധിക്കുമോ? ചിന്ത, ഞാൻ വെല്ലുവിളിക്കുകയാണ്. അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. കൊല്ലം കോർപ്പറേഷന് കിട്ടേണ്ട അമൃതുണ്ടോ, ജൽജീവൻ മിഷൻ ഉണ്ടോ, സൗഭാഗ്യ യോജനയുണ്ടോ, ആവാസ് യോജനയുണ്ടോ? ഏത് പദ്ധതിയുടെ വിഹിതമാണ് തരാനുള്ളത്? പറയൂ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. പറയൂ. എനിക്കത് ഓർമ്മയില്ല. ചിന്ത ചോദിച്ചു, കേന്ദ്ര സർക്കാർ എത്ര തുക തന്നിട്ടുണ്ട്? രേഖ കാണിച്ചു കേട്ടോ, വിവരാവകാശ രേഖ. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 2019 ജൂൺ 1 മുതൽ 2025 മെയ് 1 വരെ കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് എത്ര പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്? മറുപടി, നിങ്ങളുടെ കോർപ്പറേഷൻ സെക്രട്ടറി കള്ളനാണോ? നിങ്ങളുടെ സർക്കാർ 3831 പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അമൃത് പദ്ധതി പ്രകാരം 2019 ജൂൺ 1 മുതൽ 2025 മെയ് 1 വരെ അമൃത് പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്നും കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിൽ എത്ര തുക ലഭിച്ചിട്ടുണ്ട്? ചോദ്യത്തിന് ഉത്തരം ചാനലിന്റെ പ്രതിനിധിയെ കാണിക്കാം. ഇതൊക്കെ കൊല്ലം കോർപ്പറേഷൻ കേന്ദ്ര ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല. ഷാജി കേട്ടാ ഇവിടെ അരുതബു അരുത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല. ആദ്യം തന്നില്ല എന്ന് പറഞ്ഞു, തന്നതിന്റെ തെളിവ് കാണിച്ചപ്പോ പറയാ അത് ഔദാര്യമല്ല, അവകാശമാണ്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. രേഖ വെച്ചാണ് സംസാരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷന് 268.3084 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അതിൽ എത്ര തുക ചെലവഴിച്ചിട്ടുണ്ട്? 24 കോടി. അടിച്ചു മാറ്റി ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാം. പ്രശ്നത്തിലേക്ക് വരുന്നു. ചിന്ത പറയും. ചിന്ത പറഞ്ഞോളൂ. ചിന്തയോടാണ് എല്ലാ ചോദ്യങ്ങളും. പറഞ്ഞ അബദ്ധാവോ എന്തോ? അതുറപ്പാണല്ലോ. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊല്ലം കോർപ്പറേഷന് ഔദാര്യം നൽകിയ കണക്കാണ് ചോദ്യകർത്താവ് പറയുന്നത്. കേരളവും കൊല്ലവും അല്ല, ഇന്ത്യയുടെ ഭാഗമാണ്. ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് ഈ നാട്ടിലെ കോർപ്പറേഷനുകൾക്കും അവരുടെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് പണം നൽകുക എന്നുള്ളത്. ഇങ്ങനെ പറ്റിക്കരുത് മനുഷ്യരെ. എന്തേ? ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ ഭരണാധികാരികളും കേന്ദ്രത്തെ പോയി കണ്ട് നിരന്തരമായി അഭ്യർത്ഥിച്ചിട്ട് നമുക്ക് ലഭിക്കേണ്ടതിന്റെ 1/4 മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അതും ഔദാര്യമായി കണക്കാക്കിക്കൊണ്ടാണ് ഇവിടെ വന്ന് അവതരിപ്പിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതേ ചിന്തയോട് തിരിച്ചു ചോദിക്കാമല്ലോ. സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് അപ്പോൾ AK സെന്ററിൽ നിന്നും എടുത്തു കൊടുക്കുന്നതല്ലോ. കേന്ദ്രം തരുമ്പോൾ അത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതും സംസ്ഥാനം കൊടുക്കുമ്പോൾ അത് ഞങ്ങൾ സൗജന്യം കൊടുക്കുന്നതാണ് എന്നുള്ള ആ ചിന്താഗതി ഉണ്ടല്ലോ, അത് മാറ്റണം. ഇതെല്ലാം ജനങ്ങളുടെ നികുതിപ്പടമാണ്. അതൊക്കെ അങ്ങേർക്ക് അറിയാം, എന്തെങ്കിലും പറയണ്ടേ. കുറച്ച് വീടുകളിലൊക്കെ ഗൃഹസന്ദർശനത്തിന്റെയൊക്കെ ഭാഗമായി പോയി. അപ്പൊ ചിലയിടത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ കിടപ്പ് രോഗികൾക്ക് നൽകിയ കട്ടിലിനകത്ത് ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കുന്ന സമീപനം BJP പ്രവർത്തകർ ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. അത് പരിതാപകരമാണ്. പാവപ്പെട്ടവന് പൊതിച്ചോറുള്ളതിനകത്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പാർട്ടിയായി പറയുന്നത്. ഏതൊരു വകുപ്പിനെ സംബന്ധിച്ചുള്ള എന്ത് ചർച്ചകൾ വന്നാലും അവിടെ നിങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഏക സംഭവം എന്താ? DYFI പൊതിച്ചോറ് കൊടുക്കുന്നില്ലേ? അത് DYFIയുടെ ഓഫീസുകളിൽ അവർ അടുപ്പ് കൂട്ടിയിട്ട് ചോറും കറിയും വേവിച്ച് പൊതികളാക്കി കെട്ടി ദേശാഭിമാനി പത്രത്തിൽ പൊതിഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് പറയാം അത് DYFIയുടെ പൊതിച്ചോറാണെന്ന്. നാട്ടുകാർ കൊടുക്കുന്ന പൊതിച്ചോറ് കാണിച്ചിട്ട് മരുന്നിന്റെ കാര്യം പറഞ്ഞപ്പോ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ ആളുകളല്ലേ? അതെ, അത് ഞാനൊരു ആവേശത്തിന് പറഞ്ഞതല്ലേ. ആണ്, എന്നാൽ ആവേശം ഒട്ടും കളയണ്ട. അങ്ങനെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്ന, നിങ്ങൾ കൊണ്ടു കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതിന്റെ പേരിൽ നിങ്ങൾ അത് കൊട്ടിഘോഷിക്കുന്ന ആളുകളല്ലേ? ആ ആളുകളാണ് ഒരു പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതി പ്രകാരം കിട്ടുന്ന ഒരു കട്ടിലിലോ അതിലോ ഇതിലോ ഇവരുടെ സ്റ്റിക്കർ ഉണ്ട് എന്ന് പറയുമ്പോൾ തിളയ്ക്കുന്നത്. നിങ്ങൾ യുവജന കമ്മീഷന്റെ ചെയർപേഴ്സണായിട്ടിരുന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചുകൊണ്ട് പോയി. നിങ്ങളുടെ ആ സമയത്ത് ഒരു 14 യുവജന ക്ഷേമകാര്യ സമിതി റിപ്പോർട്ട് വന്ന് അതിനെപ്പറ്റി ഒന്ന് നടപ്പിലാക്കണം. ഇന്ന് വരെ ഒരു ചൊട്ട് വിരൽ അനക്കിയിട്ടില്ല മാഡം. യു ഹാവ് ഫെയിൽഡ് ഓൺ ഓൾ ഫ്രണ്ട്സ്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. മാഡം പറഞ്ഞതെല്ലാം കള്ളാന്നുള്ളത് നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. 14
യുവജനക്ഷേമ കാര്യസമിതി റിപ്പോർട്ട് മാഡം ഇതേണ്ട ഈ ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. അത് നടപ്പിലാക്കണം. എന്തോ ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് പഠിക്കാൻ വേണ്ടി PSCക്ക് വിടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നിയമസഭ വെച്ചതാണ്. അത് യു മസ്റ്റ് ബി നോയിങ് ഇറ്റ്. എന്നിട്ട് ഇന്ന് വരെ ഒരു ചെറുപേരിൽ അണക്കിയിട്ടില്ല. 10 വർഷം ആവാൻ പോകുന്നു. ശമ്പളം പറ്റാതെയാണ് ആദ്യഘട്ടങ്ങളിൽ യുവജന കമ്മീഷൻ അധ്യക്ഷയായി ചുമതലയേറ്റ് പ്രവർത്തിച്ചു വന്നത്. അടുത്ത ഘട്ടമാകുമ്പോഴേക്ക് കുറേശ്ശെ ഒന്ന് മാറി കുറച്ച് ശമ്പളം കൈപ്പറ്റാൻ തുടങ്ങി. നീ കത്തിജ്വലിച്ചില്ലെങ്കിൽ, ഞാൻ കത്തിജ്വലിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ ഇരുട്ടിനെ പിന്തുടർന്നു പിടിക്കുക? അദ്ദേഹം അടിസ്ഥാനരഹിതമായി എനിക്ക് തോന്നി ഈ മാധ്യമങ്ങളിലൊക്കെ പടച്ചുവിടുന്ന കള്ളപ്രചരണങ്ങൾക്ക് വിധേയമായി എന്തൊക്കെയോ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ വന്ധ്യവയോധികനായ ഒരു മനുഷ്യൻ പറയുകയാണ്. വയസ്സായ ആളല്ലേ. ശമ്പള കുടിശ്ശികയിൽ ചിന്താ ജെറോമിന്റെ വാദം പൊളിയുന്നു. കുടിശ്ശിക ആവശ്യപ്പെട്ട് കത്ത് നൽകിയത് ചിന്ത തന്നെ. നീ എന്തിനാണ് ഗോപാലകൃഷ്ണൻ നുണ പറഞ്ഞു പറ്റിക്കണേ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ യുവജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമം മൂലം നിയമസഭ നിലവിൽ കൊണ്ടുവന്ന ഒരു അർദ്ധ ജുഡീഷ്യൽ അധികാരത്തോട് കൂടിയ ഫോറമാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ. താങ്കൾ എന്നെയാണ് അപമാനിച്ചത്. അങ്ങോട്ട് മാറി എന്ന് അറിയാം. നവമാധ്യമങ്ങൾക്കകത്തൊരു പ്രചരണം നടക്കുന്നു. ചിന്താ ജെറോമിന്റെ ശമ്പളം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു, 50,000-ൽ നിന്നും 1,00,000-ആയി വർദ്ധിപ്പിച്ചു. ഇങ്ങനെ എന്തെങ്കിലും സർക്കാർ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടോ? ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? കേരള സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷയായ കുമാരി ചിന്താ ജെറോമിന് കുടിശ്ശിക വേതനം അനുവദിച്ച് പുറപ്പെടുവിക്കുന്ന ഉത്തരവ് കിട്ടിയോ? ആരും എനിക്ക് ഈ നിമിഷം വരെ വാട്സപ്പ് ചെയ്ത് തന്നിട്ടില്ല. അത് തന്നെ അടിസ്ഥാനരഹിതമാണ്. വടിവത്ത ഭാഷയിൽ എന്ത് മനോഹരമായാണ് മാഡം നുണ പറയുന്നത്. പിന്നെ ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ ഈ ആവാസ് അതിന്റെ ഉൾഭാവം എന്ന് പറയുന്നത് ഈ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് EMS. ആ മനുഷ്യൻ ഒരുപാട് ഈ നാട്ടിന് വേണ്ടി നിർത്തും. അതിന്റെ ഉത്ഭവം EMS ഭവന പദ്ധതി എന്നാണ്. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? പേര് മാറ്റി വിട്ടത് കൊണ്ട് അതിന്റെ ഉത്ഭവം നിങ്ങളായിട്ട് സൃഷ്ടിച്ചായിട്ട് വരില്ല. എന്റെ അമ്മ തള്ളക്ക് ഭ്രാന്താ. എന്റെ പൊന്നു സഹോദരി, ഇന്ദിരാഗാന്ധി ഭവന പദ്ധതി ഉണ്ടായിരുന്നു. അത് നിങ്ങൾ പറയാൻ അംഗീകരിക്കുകയാണ്. EMS എന്നാണ് സഹോദരി കേന്ദ്രം ഭരിച്ചത്. നിങ്ങളുടെ പാർട്ടി രാജ്യം ഭരിച്ചിട്ടില്ല. ഇപ്പൊ ആകെ ഇവിടെ ഉള്ളു. കന്നഡൊരു തരി ബീഹാറിലും കെട്ടു, കന്നഡൊരു തരി കെട്ടു. രാജ്യം ഭരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് EMSന്റെ പേര് കേന്ദ്രത്തിൽ വരുന്നത്? സുസ്ഥിരമായ ഡെവലപ്മെന്റ് ആണ്. ഇവര് കൊല്ലം തോട് നവീകരണമെന്ന് പറഞ്ഞ് 20 കോടി രൂപ പാഴാക്കി. അഷ്ടമുടിക്കായലിൽ മഴ എത്തുന്നതിന് തൊട്ട് മുമ്പ് ടെൻഡർ വെച്ചിട്ട് മാലിന്യം മൊത്തം മാറി കരയ്ക്ക് വെക്കും. മഴ പെയ്യുമ്പോൾ ഇതെല്ലാം ഒഴുകി വീണ്ടും കായലിലേക്ക് പോകും. വീണ്ടും ഇത് വാരാൻ പൈസ ചെലവാക്കും. ഇങ്ങനെയുള്ള വികസനമാണ്. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, ഭ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. ഇവരുടെ പാർട്ടി വികസന സന്ദേശ യാത്ര പറഞ്ഞൊരു യാത്ര നടത്തി. ഈ ഇവിടെ ശക്തികുളങ്ങരയിൽ കന്നിവേൽ വെസ്റ്റും കൂടെ ഈ ശ്രീമതി പ്രസന്ന ഏണസ്റ്റാണ് യാത്ര നയിച്ചത്. ആ യാത്രയ്ക്ക് പോയ ഒരു സഖാവ് ആ റോഡിലെ കുഴി വീണ് കാലുളുക്കി കിടക്കും. ഇപ്പൊ നിങ്ങൾക്ക് വേണേ ഞാൻ കൊണ്ടുപോകാം, വീട്ടിൽ കൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഇവരുടെ വികസനം. ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.